ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ഓണം. അപ്പോൾ എങ്ങനെ പോകുന്ന ഓണം ആഘോഷങ്ങളൊക്കെ? ഞങ്ങളിത് കാലത്ത് പള്ളിയിൽ പോയി. പിന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ പൂക്കോലൊക്കെ ഇട്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചെറിയൊരു പൂക്കോലൊക്കെ ഇട്ടു. ഇനി സദ്യ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളത് ഓരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഞങ്ങൾ പോയി തലേന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ മിറ്റം അധികം ഇല്ലാത്ത കാരണം ഒരു ചെറിയൊരു പൂക്കലിടണമെന്ന് ഒരാഗ്രഹം. അത് എനിക്ക് വന്നിട്ട് മുമ്പൊക്കെ ഞങ്ങൾ ആഘോഷിക്കാറില്ല കേട്ടോ. ഓണം അത്ര ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കാറില്ല. അതായത് പൂക്കളിടാറില്ല. പിന്നെ സദ്യ ആയാലും ഒരു സാമ്പാറും പിന്നെ ഒരു ഉപ്പേരിയും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തട്ടിക്കൂട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുക. എന്ന് വെച്ചാൽ ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ അത്ര ഓണത്തിന് അത്ര ഒരു പ്രിഫറൻസ് ഒന്നും കൊടുക്കൂല. പക്ഷെ നാട്ടിൽ വന്ന ശേഷമാണ് എനിക്ക് ഓണം നല്ലോണം അങ്ങനെ ആഘോഷിക്കണം. അതായത് പൂക്കളിടണം, പിന്നെ സദ്യ നല്ലപോലെ റെഡിയാക്കണം, നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ റെഡിയാക്കണം എന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വക ആഘോഷങ്ങളൊക്കെ ഞങ്ങളും തുടങ്ങിയത്. അപ്പോൾ ഇക്കൊല്ലം പിന്നെ കുഞ്ഞും കൂടി ഉണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം അവൾ തീരെ ചെറുതായിരുന്നു, 4 മാസമായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം 1.25 വയസ്സായാലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവൾക്കും കുറച്ചും കൂടി സന്തോഷമാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവൾ ഉറങ്ങിയ സമയത്താണ് വന്ന് ഇടാനായിട്ട് വന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് അവളെ എനിക്ക് വന്നു. പിന്നെ അമ്മയും കുറച്ച് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ പൂക്കളൊക്കെ സെറ്റായി. അങ്ങനെ ഒരു കുഞ്ഞു പൂക്കളം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൂക്കോലൊക്കെ ഒന്നും വരാനൊന്നും അറിയില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മ ഹായ് പറ. ഹായ്, ഒരു ഹായ് പറഞ്ഞേ. വെരി ഗുഡ്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി അമ്മ സദ്യക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടേ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. അമ്മ വന്നപ്പോൾ തന്നെ മാറി. പിന്നെ പപ്പ കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കുക. ഇല മുറിക്കാൻ പോയിട്ടുണ്ട്. ഇലയിലുള്ള സദ്യത്തിനൊന്ന്. അപ്പം ഇല മുറിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കട്ടെ. അപ്പം ഇതിന് സവാള വിളിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മിപ്പോ ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കാൻ പോണേ? സാമ്പാറ്, ഇഞ്ചമ്പുളി നമ്മൾ ഇന്നലെ ഉണ്ടാക്കി. പിന്നെ 2 തരം ഉപ്പേരി, കാബേജ്, പിന്നെ കോവക്ക, പപ്പടം, പായസം, ചേന വറുക്കുണ്ട്. ചേന നോക്കണം. ചേന നന്നാക്കണം. ഇന്ന് മഴക്കാറുള്ള കാരണം ക്ലാരിറ്റി ഇല്ല വീഡിയോക്കൊന്നും. ഒന്നാമത് നമ്മുടെ ആപ്പിൾ ഫോണൊന്നും ഇല്ല, സാധാ ഫോണാണ്. അപ്പൊ ലൈറ്റ് പ്രശ്നമാണ്. അങ്ങനെ ഇല കിട്ടി. പൊട്ടിക്കിടാൻ പൊട്ടിപ്പോവും. നമ്മൾ ഉണ്ടാക്കേണ്ടത് സാമ്പാറ്, ചേന ഫ്രൈ, പിന്നെ കോവക്ക ഉപ്പേരി, പിന്നെ കാബേജ് ഉപ്പേരി, പിന്നെന്താണ് പായസം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പായസം. പിന്നെ പിന്നെ കിച്ചടി. കിച്ചടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ കിച്ചടിയാ, വെറൈറ്റി അല്ലെ, ഫ്രൂട്ട്സ് കിച്ചടി. ഞങ്ങൾ ഇന്നലെ തന്നെ പച്ചക്കറിയൊക്കെ ഒക്കെ വെച്ചു കേട്ടോ. ക്യാബേജ്, പിന്നെ എന്താണ് കോവക്കായ, ഇതൊക്കെ നുറുക്കി വെച്ചു. അപ്പൊ പണി കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. ഇനി നമ്മൾ കുറച്ച് സവാള നന്നാക്കാനുണ്ട്. പണ്ടൊന്നും ഇത്ര ഗ്രാൻഡായിട്ടൊന്നും ഞങ്ങൾ ആഘോഷിക്കില്ല അല്ല മാം. പണ്ടൊന്നും നമ്മൾ ആഘോഷിക്കാത്ത അവിടെ തമിഴ്നാട്ടിൽ ഉണ്ട്. അപ്പൊ ഒരു ഉപ്പേരി, പപ്പടം, പായസം,
പായസം വെക്കുവോ? പായസം വെക്കുവോ? അത് മാത്രം ഉണ്ടായോ? സാമ്പാർ വെക്കുവോ? ഉപ്പേരി, പപ്പടം, പിന്നെ ഈ അച്ചാറ്, ഇഞ്ചമ്പുളി വെക്കാറുണ്ട്. പൂക്കോലൊന്നും ഇടാറില്ല അവിടെ. നമ്മള് വാടക പെരായ കാരണം സ്ഥലസൗകര്യ ഗ്രാൻഡ് ആഘോഷം. ശരിക്കും ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടില് വന്ന ശേഷമാണ്. എങ്ങനെ ഹായ് പറയും കുഞ്ഞു? അവിടെ നോക്കി പറ. അത്രയുള്ള ചേന നന്നാക്കാൻ പോവാണ്. ഈ ചേന നന്നാക്കാനൊന്നും അറിയില്ലായിരുന്നു. അതൊന്നും കുറിച്ച് തരും. പരാജയപ്പെട്ടു. അമ്മി പരാജയപ്പെട്ടു. ഇനി അടുത്തത് പപ്പാക്ക പോൺ. ഇല്ല, ഇങ്ങനെ നോക്കിയത് ഞാൻ നോക്കി ഇങ്ങനെ നോക്കിയത്. വെരി ഗുഡ്. അടിപൊളി ചായ. അതിന് കഷ്ണാക്കിയതാ, കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി. ഇങ്ങനെ പീസാക്കിയെങ്കിൽ നമുക്ക് എളുപ്പമാണ് കട്ട് ചെയ്യാൻ. അല്ലാണ്ട് അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടേ പോവില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാങ്ങിച്ച് റെഡിമെയ്ഡ് പായസമാണ് വാങ്ങിച്ചിരിക്കുന്നത്. പാലട പായസം മിക്സ് നിറപറയുടെ അപ്പോൾ വയ്ക്കാം. പിന്നെ കോക്ക ഉപ്പേരിയായി, ക്യാബേജ് ഉപ്പേരിയായി. കോവക്ക ഉപ്പേരി ഉണ്ടല്ലോ, ഞങ്ങൾ ശരിക്കും ഇവിടുത്തെ ഞാൻ കുറേ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറുതെ അത് നോക്കി പിന്നെ അത് ജസ്റ്റ് ഇങ്ങനെ പുഴുങ്ങുന്ന പോലെയല്ല, മറ്റേ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഞങ്ങൾ ആദ്യം എണ്ണയിലിട്ട് വേണം വഴട്ടും. എന്നിട്ട് അത് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അമ്മ ചെയ്യും. അത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ആ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ക്യാബേജ് നോർമലായിട്ട്. പിന്നെ സാമ്പാറായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പായസം ചെയ്യാൻ പോവാണ്. ഇനി ചേന വറക്കണം. പിന്നെ പൈനാപ്പിൾ പച്ചടി അല്ലേ, പൈനാപ്പിൾ പച്ചടി ചെയ്യാൻ പോവാണ്. ഇനിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ പായസം എങ്ങനെയാണ് ശരിക്കും അതിൽ എഴുതിയ പ്രകാരമാണ് ഞാൻ വെക്കണത്. വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ മിക്സ് എടുത്ത് ഉള്ളിലിടാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിതിൽ വന്നിട്ട് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പാലിഷ്ടമില്ലാത്ത കാരണം നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നാം പാല് മാറ്റി വയ്ക്കാം. പാലയുടെ പായസം ഇഷ്ടമാണ്, പക്ഷെ പാലിഷ്ടമില്ല. അപ്പോൾ ഇത് നമ്മുടെ പായസത്തിൻ്റെ മിക്സ് തിളച്ച് വരുന്നുണ്ട്. ഈ അടയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. ഞങ്ങൾ ആദ്യം വെള്ളം ഒഴിച്ചു, എന്നിട്ട് വെള്ളം കുറച്ച് തിളപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മിക്സ് പായസത്തിൻ്റെ മിക്സ് എടുത്ത് ഇട്ട് ഒന്ന് തിളപ്പിക്കുക. ആ അടയൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെയ്ക്കും വെച്ചിട്ട് പിന്നെ നമ്മൾ രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്തോരം എടുക്കാൻ പറ്റും? അതൊന്നും കൂട്ടിയാൽ കൂടില്ല അല്ലേ? എന്തോരം തേങ്ങ എടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ടാണ് തേങ്ങ പിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകേണ്ടത്. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവരിതിൽ കുറച്ച് കാഷ്യൂനട്ടും ഒക്കെ ഡ്രൈ ഗ്രീപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി നമ്മളിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത് ഇത് ഇപ്പോൾ നമ്മൾ രണ്ടാം പാൽ വയ്ക്കാൻ പോകും. അങ്ങനെ നമ്മുടെ പായസം തിളച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മധുരം ആവശ്യമുള്ളത് നോക്കിയിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇടാം. പക്ഷെ ഇപ്പം ഞാൻ നോക്കട്ടെ. അപ്പം എനിക്ക് തോന്നുന്നു നല്ല മധുരം ഉണ്ടാവുന്നു. അപ്പോൾ അതേ നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ട്. നെയ്യൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചോളൂ.
നമ്മൾ വെച്ചു എണ്ണ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ വറുത്തെടുക്കും. ഇനി ഒരു തള തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അടുത്തത് നമ്മളിത് അവസാന ടച്ച് ചൈന ഫ്രൈ. അങ്ങനെ ഇതേ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ പോകണം. സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഭക്ഷണങ്ങളൊക്കെ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലൊരു ഫീലാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷേ എല്ലാ ദിവസമൊന്നും അത് നടക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും മിസ് ചെയ്യാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതേപോലെ ഈ കൊല്ലം ഓണം ആഘോഷിക്കാൻ പറ്റാത്ത എത്രയോ ഫാമിലീസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. നമുക്കറിഞ്ഞ് തന്നെ കുറേ സ്ഥലത്ത് കുറേ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഫാമിലി മിസ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ നമ്മൾ ചേർത്ത് നിർത്തി നമ്മൾ ഈ ഓണം ആഘോഷിക്കാം. പിന്നെ ഓരോ ദുരന്തങ്ങൾ ഇപ്പം നമുക്ക് എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള വരെ നമ്മൾ സന്തോഷമായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആഘോഷിക്കുക, ഓരോ പരിപാടികൾ ആഘോഷിക്കുക, കുടുംബമായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും ഒരു വ്ളോഗായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ഹാപ്പി ഓണം.